NIS പ്രാക്ടിക്കൽ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. NIS പ്രാക്ടിക്കൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയതായിട്ട് വൊക്കേഷണൽ കോഴ്സസ് സബ്ജക്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ്, സെക്കൻഡറി, സീനിയർ സെക്കൻഡറി എന്നീ ഭാഗങ്ങളിൽ 2 പരീക്ഷകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പുതിയതായിട്ട് ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് വൊക്കേഷണൽ കോഴ്സിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് 632 ആണ്. അതായത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് 632 ആണ്. ഇനി ഈ 632 ഡാറ്റ എൻട്രി ഓപ്പറേഷൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ്, പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക, എത്ര മാർക്കാണ് തുടങ്ങി എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇത് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുപാടുണ്ടാകും. അവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഉപകാരമായിരിക്കുന്നതായിരിക്കും. ഇനി ഇതിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 70 ആണ്. കാരണം ഇതിൽ FA ഇല്ല, അതായത് ഫോർമേറ്റീവ് അസസ്മെന്റ് ഈ ഒരു കോഴ്സിന് ഇല്ല. സമ്മേറ്റീവ് അസസ്മെന്റ് മാർക്ക് മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 70 ആണ്. 3 മണിക്കൂറായിരിക്കും പരീക്ഷ ഉണ്ടാവുക. ഇനി ഇതിന്റെ മാർക്ക് എവിടൊക്കെ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന ഫീൽഡിൽ നിന്നും 5 മാർക്കാണ് ഉണ്ടാവുക. അതുപോലെ വേർഡ് പ്രോസസ്സിംഗ് ചാപ്റ്ററിൽ നിന്നും 15 മാർക്ക്, സ്പ്രെഡ്ഷീറ്റിൽ നിന്നും 15, പ്രസന്റേഷൻ 10 മാർക്ക്, ഡാറ്റാബേസ് 15, അതുപോലെ വൈവ 10 മാർക്കിന്റെ വൈവ അടക്കം 70 മാർക്കാണ് ടോട്ടൽ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഇനി ആക്ടിവിറ്റി 1ൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐഡന്റിഫൈ വേരിയസ് പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ യുവർ ലാബ്, മേക്ക് സെപ്പറേറ്റ് ലിസ്റ്റ് ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ലാബിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് സെപ്പറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വിസിറ്റ് എ ബാങ്ക്, ഹോസ്പിറ്റൽ, സ്കൂൾ ഓർ എനി അതർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ യുവർ ഏരിയ ആൻഡ് ലിസ്റ്റ് ഔട്ട് വേരിയസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. അതായത് ബാങ്ക്, ഹോസ്പിറ്റൽ, സ്കൂൾ എന്നീ സ്ഥാപനങ്ങളിൽ സന്ദർശിച്ചുകൊണ്ട് അവിടെയുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സുകളിൽ ഏതൊക്കെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്നത് തിരിച്ചറിയുക. ഇനി തേർഡ് വൺ, ഡ്രോ എ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് യുവർ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ലേബൽ ഇറ്റ്സ് വേരിയസ് പാർട്സ്. അതായത് കമ്പ്യൂട്ടറിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം വരച്ച് അതിലുള്ള പാർട്സ് ഏതൊക്കെയാണെന്ന് വരയ്ക്കുക. Select at least 3 photographs of different activities of our institution or study center, scan and place them at the desktop of your PC. അതായത് നമ്മുടെ കയ്യിലുള്ള ഫോട്ടോ സ്കാൻ ചെയ്തുകൊണ്ട് സ്കാൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് 4ാമത്തത്. ദെൻ 5th വൺ, സെൻഡ് ദ അബോവ് ഫോട്ടോഗ്രാഫ് ബൈ ഇമെയിൽ. അതായത് നമ്മൾ കളക്ട് ചെയ്ത ഫോട്ടോ സ്കാൻ ചെയ്തതിന് ശേഷം ഇമെയിൽ ചെയ്യുക. Identify the antivirus package loaded on your system and with the help of this check. ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും 1-2 ആക്ടിവിറ്റീസ് ആയിരിക്കും ഈ ആക്ടിവിറ്റീസ് 1ൽ നിന്നുണ്ടാവുക. ഇനി ആക്ടിവിറ്റി 2 എന്ന് പറയുന്നത് സ്വിച്ച് ഓൺ ദ കമ്പ്യൂട്ടർ, പ്രിപ്പയർ ലിസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ പാക്കേജ്. അതിലുള്ള സോഫ്റ്റ്വെയർ പാക്കേജ് ഏതൊക്കെയാണെന്ന് എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഫോളോവിങ് ഡീറ്റെയിൽസ്, കോൺഫിഗറേഷൻ ഓഫ് യുവർ സിസ്റ്റം, ഹാർഡ് ഡിസ്ക്, റാം, ഡിഫറെന്റ് ഡ്രൈവ്സ് അവൈലബിൾ ഓൺ യുവർ സിസ്റ്റം. ഇതിനെ കുറിച്ചിട്ട് എഴുതുക. ഇനി തേർഡ് വൺ, ക്രിയേറ്റ് എ ഫോൾഡർ ഓഫ് യുവർ നെയിം ഓൺ ദ ഡെസ്ക്ടോപ്പ്, മേക്ക് എ കോപ്പി ഓഫ് ദിസ് ഫോൾഡർ, മൈ ഡോക്യുമെന്റ്സ്. ഒരു ഫോൾഡർ ഉണ്ടാക്കുക. ആ ഫോൾഡറിന്റെ പേര് യുവർ നെയിം, അതായത് നിങ്ങളുടെ നെയിം ആണ് കൊടുക്കേണ്ടത്. ഇനി അത് മൈ ഡോക്യുമെന്റ്സിലോട്ട് കോപ്പി ചെയ്യുക, റീനെയിം ചെയ്യുക എന്നീ കാര്യങ്ങളാണ്. 4ാമത്തെ ആക്ടിവിറ്റി, പ്രിപ്പയർ എ ഷോർട്ട് കട്ട് ഓഫ് എനി 2 ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഓൺ ദ ഡെസ്ക്ടോപ്പ്. ഡെസ്ക്ടോപ്പിലുള്ള ഏതെങ്കിലും 2 ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് അതിന്റെ ഷോർട്ട് കട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറിന്റെ ഷോർട്ട് കട്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. 3ാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ വേർഡിൽ ബയോഡാറ്റ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കാണുക. ഈ ഒരു തരത്തിൽ ബയോഡാറ്റ MS വേർഡ് ഓപ്പൺ ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ക്രിയേറ്റ് അനദർ ഫയൽ വിത്ത് ദ ടെസ്റ്റ് ബയോഡാറ്റ ആൻഡ് സേവ് ഇറ്റ് വിത്ത് റെസ്യൂം ഇൻ മൈ ഡോക്യുമെന്റ്സ്. ഇതുപോലെ പേര് മാറ്റിയിട്ട് സേവ് ചെയ്യുക. ഇനി അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വരിക. ഓപ്പൺ എ ന്യൂ ഫയൽ ആൻഡ് ടൈപ്പ് 2 പാരഗ്രാഫ്.
അങ്ങനെയുള്ളത് ചെയ്യുക. അതുപോലെ തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കുക. ക്രിയേറ്റ് ടാബിൾ കണ്ടെയ്ൻ ദ ഫോളോയിങ് ഡാറ്റ. ഈ ഒരു ഡാറ്റ വെച്ചിട്ട് ടാബിൾ ഉണ്ടാക്കുക. ക്രിയേറ്റ് ദ ഫോളോവിങ് ടാബിൾ സ്ട്രക്ചർ. MS വേർഡിൽ ഇതുപോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക. ഇത്രയുമാണ് വേർഡിൽ നിന്നും വരുന്നത്. ഇനി സ്പ്രെഡ്ഷീറ്റിൽ നിന്നാണെങ്കിൽ ക്രിയേറ്റ് എ വർക്ക് ബുക്ക് കണ്ടെയ്നിങ് 3 വർക്ക്ഷീറ്റ്. 3 വർക്ക്ഷീറ്റ് അടക്കമുള്ള ഒരു വർക്ക് ബുക്ക് ഉണ്ടാക്കുക. സേവ് ദ വർക്ക് ബുക്ക് വിത്ത് ദ നെയിം മാർക്ക് ഷീറ്റ്. മാർക്ക് ഷീറ്റ് എന്ന് പേര് കൊടുക്കുക. റീനെയിം ദ 3 വർക്ക്ഷീറ്റ് ആസ് മാർക്ക് ഷീറ്റ് 1, മാർക്ക് ഷീറ്റ് 2 ആൻഡ് മാർക്ക് ഷീറ്റ് 3. മാർക്ക് ഷീറ്റിന്റെ പേരുകൾ ചേഞ്ച് ചെയ്യുക. മാർക്ക് ഷീറ്റിന്റെ പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റീനെയിം ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്നിട്ട് ഇതുപോലെയുള്ള ഒരു മാർക്ക് ഷീറ്റ് ഉണ്ടാക്കുക. കോപ്പി ദ അബോവ് ഡാറ്റ ഇൻ മാർക്ക് ഷീറ്റ് 2 ആൻഡ് 3. ഇത് തന്നെ മാർക്ക് ഷീറ്റ് 2-ലോട്ടും 3-ലോട്ടും കോപ്പി ചെയ്യുക. ക്ലോസ് ഓൾ 3 ഷീറ്റ് ആഫ്റ്റർ സേവിങ് ഓൾ ദ റെക്കോർഡ്സ്. അതായത് എല്ലാം സേവ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. Now open the mark sheet 1, insert a new row just above the last record. മാർക്ക് ഷീറ്റ് 1 ഓപ്പൺ ചെയ്തിട്ട് അവസാനം പുതിയൊരു റെക്കോർഡ് ആഡ് ചെയ്യുക. ഈ തന്നിരിക്കുന്ന ഡാറ്റയാണ് അതിൽ എൻ്റർ ചെയ്യേണ്ടത്. എൻ്റർ ദ ഫോർമുല ഇൻ സെൽ G2 ഫോർ ആഡിങ് ദ മാർക്ക് ഫോർ ഓൾ 4 പേപ്പേഴ്സ് ആൻഡ് കോപ്പി ദ ഫോർമുല ഫോർ അതർ റെക്കോർഡ്സ്. അതായത് പുതിയൊരു കോളം ഉണ്ടാക്കിയിട്ട് ഈ 4 പേപ്പറിൻ്റെയും ടോട്ടൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതുക എന്നുള്ളതാണ് അതിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ബാർ ചാർട്ട് ഉണ്ടാക്കുക എന്നീ കാര്യങ്ങളാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആക്ടിവിറ്റി 5 എന്ന് പറയുന്നത് പ്രിപ്പയർ എ ഡാറ്റാബേസ്. MS ആക്സസ് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആക്ടിവിറ്റി 6 പ്രിപ്പയർ എ പ്രസന്റേഷൻ. ഇനി പവർ പോയിന്റിലാണ് ചെയ്യേണ്ടത്. പവർ പോയിന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഇതുപോലെയുള്ള ഒരു പ്രസന്റേഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. സ്ലൈഡ് 1-ൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. സ്ലൈഡ് 2-ൽ ഇതാണ്. സ്ലൈഡ് 3-ൽ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. സ്ലൈഡ് 4-ൽ പിക്ചർ ഓഫ് യുവർ ഹൗസ്. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ്. ഇനി ആക്ടിവിറ്റി 7 ഓപ്പൺ NIOS വെബ്സൈറ്റ് ആൻഡ് ലിസ്റ്റ് ഔട്ട് വേരിയസ് കോഴ്സസ് അവൈലബിൾ. NIOS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് എന്തൊക്കെ കോഴ്സുകളാണുള്ളത് എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയുമാണ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻസിൽ നിന്നും വരുന്ന ആക്ടിവിറ്റീസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും സെലക്ട് ചെയ്തുകൊണ്ട് ഒരു 4-5 ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായിരിക്കും നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു ആക്ടിവിറ്റീസിൽ നിന്നും സെലക്ട് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഇനി പരീക്ഷയ്ക്ക് പോകുമ്പോൾ റെക്കോർഡ് ബുക്കും അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റുമായിട്ട് എക്സാം സെന്ററിലോട്ട് നിങ്ങൾ പോവുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. ഏറ്റവും പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.